അവരുടെ ബൈലോയിൽ, അവരുടെ സക്കാത്തിൻ്റെ വിശദീകരിക്കുന്ന പുസ്തകങ്ങളിലെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ വരുമാനത്തിൻ്റെ മാർഗത്തിലൊന്ന് സക്കാത്താണ്. മാത്രമല്ല, അവരുടെ സക്കാത്തിൻ്റെ പല കമ്മിറ്റികളുടെയും കണക്കുകളിൽ പറയുന്നത് കാണാം, കഴിഞ്ഞ വർഷത്തെ നീക്കിയിരുപ്പ് നീട്ടിവെക്കാൻ പറ്റുകയില്ല, വക്കീൽ വാങ്ങിയാൽ അപ്പോൾ തന്നെ കൊടുക്കണം. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ബാക്കിയിരിപ്പ് ഈ വർഷം കൊടുത്തതിന് പിന്നെ ബാലൻസ് ചില സക്കാത്തിന്റെ കണക്കുകളിൽ നിങ്ങൾക്ക് കാണാം, പലിശ ഇനത്തിൽ കിട്ടിയത് സക്കാത്ത് കളക്ട് ചെയ്തിട്ട് ബാങ്കിൽ നിക്ഷേപിച്ചതാണ്, ബാങ്കിൽ നിന്ന് പലിശ ഇനത്തിൽ വരവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തികച്ചും അനിസ്ലാമികമായ രീതിയിലാണ് അവർ സക്കാത്ത് കൈകാര്യം ചെയ്യുന്നത്. അവരൊരു ഗവൺമെന്റായി പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്ത നാട്ടിൽ പാരലൽ ഗവൺമെന്റായി പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഞങ്ങൾ ഗവൺമെന്റിന്റെ സ്ഥാനത്താണ്, ആ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന വാദത്തോടു കൂടിയാണെങ്കിൽ അതൊരിക്കലും ശരിയല്ല. വക്കീലാണ് എന്ന അർത്ഥത്തിലാണെങ്കിൽ വക്കീലിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടല്ലേ ചെയ്യേണ്ടത്? മാത്രമല്ല, സക്കാത്ത് കിട്ടുന്നത് അത് പത്രം നടത്താനും സംഘടന നടത്താനും സമ്മേളനങ്ങൾ നടത്താനും എല്ലാറ്റിനും പറ്റും എന്ന് വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കുക?